ചെങ്കടലിൽ തുടർച്ചയായി ഭാരതീയ കപ്പലുകൾക്ക് നേരെയുണ്ടാക്കുന്ന ആക്രമണങ്ങളെ അപലപിച്ച് കേന്ദ്ര സർക്കാർ ഭാരതീയ നാവികരുടെ ജീവനും കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കാനും വിദേശകാര്യ മന്ത്രാലയവും നാവികസേനയും അടിയന്തര നടപടികൾ ആരംഭിച്ചു. നിരപരാധികളായ നാവികർക്ക് നേരെ നടക്കുന്ന ഇത്തരം ഭീകരാക്രമണങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം. ആഗോള വാണിജ്യ പാതയായ ചെങ്കടലിൽ വീണ്ടും ഭീതിയുടെയും പ്രകോപനത്തിന്റെയും നിമിഷങ്ങളാണ് കടന്നുവരുന്നത്. ഭാരതീയ ചരക്ക് കപ്പലായ MSV ഫൈസ് നൂറെ ഒലിയെ ആക്രമിച്ചത് രാജ്യത്തിന്റെ വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കി. സ്ഫോടനത്തിന് പിന്നാലെ നിയന്ത്രണം വിട്ട കപ്പൽ പൂർണ്ണമായും സമുദ്രത്തിൽ മുങ്ങിത്താണു. കപ്പൽ മുങ്ങുന്നതിനിടെ ജീവനക്കാർ നൽകിയ അടിയന്തര സന്ദേശം സ്വീകരിച്ച് യമൻ കോസ്റ്റ് ഗാർഡ് അതിവേഗം രക്ഷാപ്രവർത്തനത്തിനെത്തി. കപ്പലിലുണ്ടായിരുന്ന 13 ഭാരതീയ നാവികരെയും ഒരു യമൻ പൗരനെയും സുരക്ഷിതമായി യമനിലെ മോഖ തുറമുഖത്തെത്തിച്ചു. ഭാരതീയ നാവികരെല്ലാം പരിക്കുകളില്ലാതെ സുരക്ഷിതരായിരിക്കുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. അന്താരാഷ്ട്ര കപ്പൽ ചാലുകളിൽ നിരപരാധികളായ നാവികർക്ക് നേരെ നടത്തുന്ന ഇത്തരം ഭീകരാക്രമണങ്ങൾ അംഗീകരിക്കാനാകില്ലെന്ന് ഭാരതീയ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. മേഖലയിൽ ഭാരതീയ കപ്പലുകളുടെയും സെയിലർമാരുടെയും സംരക്ഷണം ഉറപ്പാക്കാൻ ഭാരതീയ നാവികസേനയും കോസ്റ്റ് ഗാർഡും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. യമനിലെ ഭാരതീയ എംബസി വഴി നാവികരെ എത്രയും വേഗം നാട്ടിലെത്തിക്കുവാനുള്ള നയതന്ത്ര നടപടികൾ ഊർജിതമായി പുരോഗമിക്കുകയാണ്. ജനം, ഡൽഹി.